പ്രായവരുടെ മനസ്സ് മനസ്സിലാക്കണം മക്കള്. കണ്ടിട്ട് ഒന്നും കൂടെ കാണണമെന്നാ പറയുന്നത്. ന്യൂ ജനറേഷൻ കാണണം. അച്ഛനും അമ്മയെ മനസ്സിലാക്കണം ആദ്യം. ഇപ്പോഴത്തെ തലമുറ കാണേണ്ട ഒരു സിനിമയാണ്. അടിപൊളി അടിപൊളി. ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻഡിനെയും മോനെയൊക്കെ വിളിച്ചോണ്ടൊന്ന് കാണിക്കണം. കാണുമല്ലേ? എങ്ങനെയുണ്ട് പടം? നല്ല പടം, നല്ല പടം. എന്താ പറയാ? മക്കളാണ് ഇത് കണ്ടിരിക്കേണ്ടത്. ആണല്ലേ? മക്കളാണ്. ലാസ്റ്റ് കരഞ്ഞു പോയില്ലേ? ഓക്കെ. ഫാമിലിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കള് മക്കളെ സംരക്ഷിക്കണം. അതിനെക്കുറിച്ച് നല്ല തീമാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മധുരമേ ജീവിതം എന്ന ഒരു മനോഹര ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. സത്യസന്ധമായി ആത്മാർത്ഥമായി പറയുന്ന റിവ്യൂ ആണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ അല്ല, ഒരു നല്ല ചിത്രമാണ്. സിദ്ദിഖാണ് ഇതിലെ നായകൻ. നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു കുടുംബ ചിത്രമാണ് മധുരമേ ജീവിതം. നല്ല സിനിമ, കണ്ട് കരഞ്ഞു പോയെന്ന് തോന്നല്ലോ. എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല ഫിലിം. പുതിയ തലമുറ കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രായമായിട്ട് ഒറ്റപ്പെട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഒറ്റപ്പെട്ടു പോകുന്നവരെ മനസ്സ് മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരു പ്രായം ചെന്നവരെയും നമ്മൾ മനുഷ്യരായി തന്നെ പരിഗണിക്കണം. നമ്മൾ വയസ്സ് ചെന്ന വ്യതിയാണ് ചേർത്ത് നിർത്തണം സ്നേഹത്തോടെ. മക്കൾ നോക്കണം. ഒരു പ്രായമാകുമ്പോഴത്തേക്കിനും അവർ ചെറുപ്പക്കാരായി വരിക. ഇതാണ് സിനിമ. അപ്പോൾ ഇത്തരം സിനിമകളാണ് ഇനിയും സമൂഹത്തിൽ വേണ്ടത്. കരഞ്ഞു പോയോ? നല്ല രീതിയിൽ കരഞ്ഞുപോയി. എല്ലാവരും ഡോക്ടർക്കാണ് നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു മനോഹരമായ ചിത്രം സമ്മാനിച്ചത്. ഒരു ന്യൂറോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഞാൻ കാണുന്ന ഫാമിലികൾ, ഞാൻ ദിവസവും കാണുന്ന പ്രശ്നങ്ങൾ, അവിടെ പലപ്പോഴും പണ്ടൊക്കെ 10 കൊല്ലം മുമ്പൊക്കെ അച്ഛനും അമ്മയും കൊണ്ടുവന്നിരുന്ന മക്കളാണെങ്കിൽ ഇന്നിപ്പോൾ കെയർ ടേക്കേഴ്സാണ് കൊണ്ടുവരുന്നത്. വെരി സ്വീറ്റ് ഫിലിം, വെരി ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്.